ഒരിക്കൽ പ്രപഞ്ചസൃഷ്ടാവായ ബ്രഹ്മദേവനും വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനും തമ്മിൽ ഒരു തർക്കമുണ്ടായി. തങ്ങളിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്നതായിരുന്നു ആ സംവാദം. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് താനാണ് ആധാരമെന്ന് ഓരോരുത്തരും ചിന്തിച്ചു. ഈ അഹങ്കാരം നീക്കുന്നതിനായി പരമശിവൻ അവർക്കു മുന്നിൽ ഒരു വലിയ അഗ്നിസ്തംഭമായി പ്രത്യക്ഷപ്പെട്ടു. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന, ഭൂമി തുളച്ച് പാതാളം വരെ നീളുന്ന ആ മഹാസ്തംഭത്തിന്റെ അറ്റങ്ങൾ കാണാൻ ആർക്കും സാധിച്ചില്ല. ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും ഒരു ധാരണയിലെത്തി. ആരാണോ ഈ അഗ്നിസ്തംഭത്തിന്റെ അറ്റം ആദ്യം കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും ശ്രേഷ്ഠൻ. വിഷ്ണു ഭഗവാൻ വരാഹരൂപം പൂണ്ട് ഭൂമി തുളച്ച് താഴേക്ക് യാത്ര തിരിച്ചു. ബ്രഹ്മദേവൻ ഹംസരൂപം സ്വീകരിച്ച് മുകളിലേക്കും പറന്നു. ആയിരക്കണക്കിനു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്തംഭത്തിന്റെ തുടക്കമോ അവസാനമോ കണ്ടെത്താൻ ഇരുവരും സാധിച്ചില്ല. സ്തംഭത്തിന്റെ അടിഭാഗം കാണാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട വിഷ്ണു ഭഗവാൻ തന്റെ പരാജയം സമ്മതിച്ച് വിനയത്തോടെ തിരികെ വന്നു. എന്നാൽ മുകളിലേക്ക് പോയ ബ്രഹ്മദേവൻ ആകാശത്തുനിന്ന് താഴേക്ക് വീഴുന്ന ഒരു കൈതപ്പൂവിനെ കണ്ടുമുട്ടി. താൻ സ്തംഭത്തിന്റെ മുകളറ്റം കണ്ടു എന്ന് കള്ളം പറയാൻ ബ്രഹ്മദേവൻ തീരുമാനിച്ചു. അതിന് സാക്ഷിയായി നിൽക്കാൻ കൈതപ്പൂവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. തിരികെ എത്തിയ ബ്രഹ്മദേവൻ താൻ അറ്റം കണ്ടുവെന്ന് അവകാശപ്പെട്ടു. ഈ അസത്യം കേട്ട് ആ അഗ്നിസ്തംഭത്തിനുള്ളിൽ നിന്ന് ക്രോധത്തോടെ